Welcome back to Learnino. So, ഇന്ന് നമ്മൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഉടനെ തന്നെ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന്റെ പ്രൊവിഷണൽ ലിസ്റ്റ് വരും. അതിനുശേഷം സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് നമുക്ക് വരും. ഈ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫിസിക്കലി നമുക്ക് കിട്ടിയിട്ടുള്ള കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെ അഡ്മിഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ സർട്ടിഫിക്കറ്റ്സും ബാക്കി ഉള്ള ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള അഡ്മിഷൻ ഫീ കാര്യങ്ങളൊക്കെ നമ്മൾ ഫീസ് ബാക്കിയുള്ളതൊക്കെ അടയ്ക്കേണ്ടി വരും. അപ്പൊ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് വരുമ്പോഴും നമുക്ക് അലോട്ട്മെന്റ് മെമ്മോ വരും. അതിൽ പറഞ്ഞിട്ടുള്ള ഫീസ് ഒക്കെ അടച്ച് നമ്മൾ കോളേജിൽ ഫിസിക്കലി ജോയിൻ ചെയ്യാന്നുള്ള ഒരു പ്രൊസീജിയർ ആണ് ഈ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി അത് കഴിഞ്ഞാൽ അലോട്ട്മെന്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നമുക്ക് ഇപ്പം ലാസ്റ്റ് ഇയർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു തേർഡ് ഫേസ് അലോട്ട്മെന്റും കൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ തേർഡ് ഫേസ് അലോട്ട്മെന്റിലും എഗെയിൻ നമ്മൾ സെക്കൻഡ് ഫേസിൽ ചെയ്തതുപോലെ തന്നെ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്ത് നമ്മളുടെ ഹയർ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അതുപോലെയുള്ള ഒരു പ്രൊസീജിയർ തന്നെയായിരിക്കും മിക്കവാറും ഈ തേർഡ് ഫേസ് അലോട്ട്മെന്റിലും ഉണ്ടായിരിക്കാം. അപ്പൊ അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി കോളേജിൽ പോയി ജോയിൻ ചെയ്ത് അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഈ തേർഡ് ഫേസ് അലോട്ട്മെന്റും കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഒരു ലിസ്റ്റ് വരും, അല്ലെങ്കിൽ തേർഡ് ഫേസ് അലോട്ട്മെന്റും ആസ് യൂഷ്വൽ സെക്കൻഡ് ഫേസ് നടന്നതുപോലെ തന്നെ നടക്കും. തേർഡ് ഫേസ് അലോട്ട്മെന്റും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജസിലുള്ള ഈ ഒഫീഷ്യലി ഉള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് നമുക്ക് തേർഡ് ഫേസ് അലോട്ട്മെന്റ് വരെയാണ് വരുന്നത്. ആ സമയം ആവുമ്പോഴത്തേക്കും അവിടെ എല്ലാം നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സോടുകൂടി അത് കഴിയും. അതിനുശേഷം വരുന്ന രണ്ട് അലോട്ട്മെന്റുകളാണ് ഈ മോപ്പപ്പ് അലോട്ട്മെന്റും സ്പോട്ട് അലോട്ട്മെന്റും. അപ്പൊ ഈ മോപ്പപ്പ് അലോട്ട്മെന്റിലും സ്പോട്ട് അലോട്ട്മെന്റിലും സെൽഫ് ഫിനാൻസിങ് കോളേജസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അതർ ദാൻ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ് ഈ മോപ്പപ്പ് അലോട്ട്മെന്റിൽ വരുന്നത്. മോപ്പപ്പ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ തേർഡ് ഫേസ് അലോട്ട്മെന്റും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലൊക്കെ വേക്കൻസി ഉള്ള സീറ്റുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ജെഇയിൽ അഡ്മിഷൻ കിട്ടി അല്ലെങ്കിൽ നീറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടൊക്കെ കുട്ടികൾ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വേക്കൻസി വന്നിട്ടുള്ള സീറ്റുകളുടെ ഒരു ലിസ്റ്റ് ഇടും. അതിലേക്കാണ് ആക്ച്വലി മോപ്പപ്പ് അലോട്ട്മെന്റ് വിളിക്കുന്നത്. അപ്പൊ അവിടെ നമ്മുടെ ഈ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ആദ്യം തൊട്ട് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് അല്ല കൺസിഡർ ചെയ്യുക. വേക്കൻസി ഉള്ള സീറ്റുകളിലേക്ക് മാത്രമായിട്ടായിരിക്കും നമുക്ക് മോപ്പപ്പ് അലോട്ട്മെന്റിൽ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അതിലെ അലോട്ട്മെന്റ് വരിക. പക്ഷേ ഈ മോപ്പപ്പിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്ക് ഓൾറെഡി ഗവൺമെന്റിലോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മോപ്പപ്പ് അലോട്ട്മെന്റിൽ നമുക്ക് പങ്കെടുക്കാം. മോപ്പപ്പ് അലോട്ട്മെന്റിൽ എവിടെ കിട്ടുന്നോ പിന്നെ നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്യണം. അതിന് മുന്നേ കിട്ടിയ കോളേജ് മതി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തേർഡ് ഫേസ് അലോട്ട്മെന്റ് വരെ നമുക്ക് ഏതെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ മോപ്പപ്പിൽ പങ്കെടുക്കുമ്പോൾ അത് കോളേജ് കൂടെ ഇൻഫോം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവിടുന്ന് വരുമ്പോൾ അവരുടെ ഒരു സീറ്റ് അവിടെ വേക്കന്റ് ആവും. അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോളേജിൽ ചോദിച്ച് അവരുടെ ഒരു പെർമിഷനോട് കൂടി ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫീസ് ചിലപ്പോൾ ഫുൾ ആയിട്ട് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല, നമ്മൾ ഓൾറെഡി അടച്ച ഫീസ്. കാരണം അവർക്ക് ചിലപ്പോൾ ആ ഒരു സീറ്റ് അവിടെ വേക്കന്റ് ആയിട്ട് കിടക്കും അല്ലെ. കാരണം തേർഡ് ഫേസ് അലോട്ട്മെന്റ് നമ്മൾ കിട്ടിയതിന് ശേഷമാണ് ഈ മോപ്പപ്പിന് വരുന്നത്. അപ്പൊ അത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മോപ്പപ്പ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം. അങ്ങനെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയവര് മോപ്പപ്പ് അലോട്ട്മെന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. ഓൾറെഡി ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. പിന്നെ വരുന്നത് ഈ മോപ്പപ്പ് അലോട്ട്മെന്റും കഴിഞ്ഞ് വരുന്നതാണ് ഈ സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അത് പ്യൂർലി നമ്മൾ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ സീറ്റുകളിലേക്ക് പിന്നെയും വേക്കന്റ് ആയിട്ടുള്ള സീറ്റുകളിലേക്ക് നടക്കുന്നതാണ് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ KTയുടെ അണ്ടറിലുള്ള കോളേജുകളിൽ, അതായത് ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകൾ എല്ലാ കോളേജുകളും ചേർന്ന് ഏതെങ്കിലും ഒരു കോളേജിൽ വെച്ചിട്ടാണ് നോർമലി സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുക. എല്ലാ കോളേജിൽ നിന്നുമുള്ള അതോറിറ്റീസ് അവിടെ ഉണ്ടാവും. അവിടെ നമ്മൾ ഫിസിക്കലി അവിടെ പ്രസന്റ് ആവുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ റാങ്ക് ആർക്കാണോ വരുന്നത് അവർക്ക് അഡ്മിഷൻ കൊടുക്കുക എന്നുള്ള ഒരു പ്രൊസീജിയർ ആണ്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി ഈ സമയം ആവുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒക്കെ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും.
അപ്പൊ അവിടെ നിന്നുള്ള ഒരു പെർമിഷനോട് കൂടി അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ അവിടെ ഇൻഫോം ചെയ്തിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പോട്ട് അലോട്ട്മെന്റിലൊക്കെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും മറ്റും ഒക്കെ നമ്മൾ ആ കോളേജിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും ഈ പറഞ്ഞ അലോട്ട്മെന്റ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം സ്പോട്ട് അലോട്ട്മെന്റ്. അപ്പൊ ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ ചിലപ്പോ കുറച്ച് റാങ്ക് പുറകിലുള്ളവർക്കൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ ഫിസിക്കലി അന്ന് പ്രസന്റ് ആയവർക്കാണ് ആ ചാൻസ് കിട്ടുക, അവിടെ ആ സീറ്റ് വേക്കന്റ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, പക്ഷെ അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള കോളേജിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് കിട്ടും എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാനും പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് ആദ്യം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് വേണം സ്പോട്ട് അലോട്ട്മെന്റിലും പങ്കെടുക്കാൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടുള്ള അലോട്ട്മെന്റ് പ്രോസസ്സുകൾ. ഇനി ഇതിന്റെയൊക്കെ ഓരോന്നും ഇപ്പം സെക്കൻഡ് ഫേസ് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യണം, അതുപോലെ തേർഡ് ഫേസ് വരുമ്പോൾ അതിന്റെ കൺഫർമേഷൻ ഡീറ്റെയിൽസ്, മോപ്പപ്പ്, സ്പോട്ട്, ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ അതാത് സമയത്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. എങ്കിലും കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള അലോട്ട്മെന്റിനെ കുറിച്ച്. അപ്പൊ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒരു ഐഡിയ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത്. താങ്ക് യു.